ഹലോ ഗൈസ്, അപ്പോൾ ഇന്നൊരു തിരുവോണ വ്ളോഗാണ്. ഇന്ന് രാവിലെ എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ഡ്യൂട്ടിക്ക് പോകാനുള്ള തിരക്കിലാണ് ഞാൻ. എൻ്റെ ഫേസിൻ്റെ എക്സ്പ്രഷൻ കണ്ട് നിങ്ങളൊന്നും വിചാരിക്കരുത്. ഈ വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെയാണ് ശ്രദ്ധിക്കുന്നത് എന്താ എൻ്റെ മുഖം ഇങ്ങനെ ഇരിക്കണേന്ന്. രാവിലെ എണീറ്റതിൻ്റെ ഒരു സങ്കടമാണ് കേട്ടോ. തിരുവോണം ആയിട്ട് നന്നായിട്ട് ഒരുങ്ങി പോകണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് പുട്ടിയൊക്കെ അടിക്കുന്നുണ്ട്. കുറച്ച് റോസ് പൗഡറും കുറച്ച് മോയ്സ്ചറൈസർ, ലിപ്സ്റ്റിക്ക്, കൺമച്ചി, പൊട്ട്, പിന്നെ സ്പ്രേ, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാരിപ്പൂശി തേച്ച് അടിച്ചിട്ടുണ്ട്. സാധാരണ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഞാൻ ഇത്ര ഒരുങ്ങാറില്ല കേട്ടോ. എൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. ഇഷ്ടപ്പെട്ടോ? അതിനുശേഷം ചെരുപ്പ് എടുത്തിട്ടു, പിന്നെ ബാഗ് എടുത്തു, പിന്നെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അതെപ്പോഴും എൻ്റെ കയ്യിൽ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ചാർജർ എടുത്തു. അതൊക്കെയാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത്. പിന്നെ നടന്നേ ആരും കാണാനില്ല. തിരുവോണമായിട്ട് എല്ലാവർക്കും തന്നെ ലീവൊക്കെയാണ്. ഡ്യൂട്ടിക്ക് കയറുന്നതിന് മുന്നേ കണ്ണാടിയുടെ മുന്നിൽ നിന്നുള്ള പ്രഹസനമാണ് കേട്ടോ ഇത്. ക്യൂട്ട്നെസ് ഞാൻ ഭാര്യ വിതറുവാണ്. സ്വയം ഞാനൊന്ന് ചിരിച്ചു. എങ്ങനെയുണ്ട് എൻ്റെ ചിരി എന്നൊക്കെ ഞാനൊന്ന് അനലൈസ് ചെയ്തു. അതിനുശേഷം ഞാൻ ഡ്യൂട്ടിയിലേക്ക് കയറുവാണ്. അപ്പോൾ നമുക്കൊരു മാസ്ക് ഒക്കെ എടുത്ത് വെച്ച് തുടങ്ങാം. ഇന്ന് അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. ഞാനും ഒരു ചേച്ചിയാണ് കൂടെയുള്ളത്. ഓവറൊക്കെ എടുത്ത് ഫയൽ വർക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചടപട ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും പേഷ്യൻറ്റിനൊക്കെ വിഷ് ചെയ്ത്, കാരണം അവർക്ക് ഈ തിരുവോണം വീട്ടിലൊന്നും ആഘോഷിക്കാൻ പറ്റില്ലല്ലോ. തിങ്സ് ഒക്കെ റീപ്ലേസ് ചെയ്യാനുള്ള കുറച്ച് ടാസ്ക്കായിരുന്നു. അതൊക്കെ ചെയ്തു. പിന്നെ പോരാൻ നേരം ആയപ്പോഴത്തേക്കും ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാനും ചേച്ചി കുറച്ച് സ്നാപ്പൊക്കെ എടുത്തു. ഇതേ കണ്ടില്ലേ, തത്തമ്മയ്ക്ക് ഞങ്ങളുടെ തലയിൽ വന്നിരുന്ന് ഡാൻസ് കളിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഓണപ്പൂക്കളാണ്. പിന്നെ കസിൻസ് ഒക്കെ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും അറ്റൻഡ് ചെയ്തു. ഉച്ച കഴിഞ്ഞ് എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ പോയി സദ്യ കഴിക്കണമെന്നായിരുന്നു. അതേപോലെ തന്നെ ഞാൻ പൊട്ടിപ്പുറപ്പെട്ടു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം കയറണോ വേണ്ടതെന്നായി. കാരണം ബിവറേജസിനെ പോലെ ക്യൂ ഉണ്ടായിരുന്നു. കഴിക്കാൻ കയറിയത് മാവ് റോഡിലുള്ള രുചിഭവനിലാണ്. അവിടുത്തെ സദ്യയൊക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഓണസദ്യക്ക് 350 രൂപയാണ്. കുറേ വിഭവങ്ങളുണ്ട്. ദേ സിനിമ ഡയലോഗാണ് എനിക്ക് ഓർമ്മ വന്നത്. ഓലം വന്നു, കാളൻ വന്നു, സാമ്പാർ വന്നു എന്നൊക്കെ. അങ്ങനെ നെയ്യും കൂട്ടിയിട്ട് ഞാൻ കുറച്ച് കഴിച്ചു നോക്കി. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. സദ്യയൊക്കെ അടിപൊളിയായിരുന്നു. അവസാനം ഇലേ തന്നെ പായസവും പിന്നെ പപ്പടവും കൂട്ടി കഴിച്ച് നോക്കി. കാരണം കഷ്ടപ്പെട്ട് ഞാൻ അവിടെ നിന്ന് പോകുന്നു ഗൈസ്. അങ്ങനെ ഇന്നത്തെ ഓണം വീഡിയോ അവസാനിച്ചു ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം.